നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വ്യാജത്തരം സൃഷ്ടിക്കുന്നവർ ശ്രദ്ധിക്കുക. പോലീസിന്റെ കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ഇത് കേരളത്തിലെ സംഘികൾ, സുഡാപ്പികൾ, കൊങ്ങികൾ, കാര്യം ഇവർ മൂന്നുപേരുമാണല്ലോ അധികാരത്തിലേക്ക് കടന്നു വരാൻ ഏറ്റവും കൂടുതൽ വ്യാജന്മാരെ അല്ലെങ്കിൽ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. AI ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഡീപ് ഫേക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചാൽ അഡ്മിന്മാർ തൂങ്ങുന്ന അവസ്ഥയിലെത്തുമെന്ന് വളരെ കർശനമായിട്ട് കേരള പോലീസിന്റെ ഒരു മുന്നറിയിപ്പ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അവർ സോഷ്യൽ മീഡിയയിലിട്ട ആ കുറിപ്പ് നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും വ്യാജത്തരം ഉണ്ടാക്കിയതിന് ഉണ്ട തിന്നേണ്ട അവസ്ഥ വരുമെന്നുള്ളത് ആ മെസ്സേജ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ആ സോഷ്യൽ മീഡിയ കുറിപ്പ് വായിക്കുമ്പോൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ എന്താണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് സോഷ്യൽ മീഡിയയ്ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 2026 കേരള നിയമസഭാ പൊതു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാതൃകാ പെരുമാറ്റച്ചട്ടം മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ട് നിലവിൽ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പുലർത്തണം. സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ വരുന്ന മെസ്സേജുകൾ, ചിത്രങ്ങൾ, വീഡിയോകൾ, ഓഡിയോ ക്ലിപ്പുകൾ എന്നിവ അഡ്മിന്മാർ കൃത്യമായി നിരീക്ഷിക്കേണ്ടതാണ്. AI ആൻഡ് ഡീപ് ഫേക്കുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ വീഡിയോകൾ, ഓഡിയോകൾ എന്നിവ പ്രചരിപ്പിക്കരുത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള AI ജനറേറ്റഡ് എന്ന ലേബൽ ഇല്ലാത്ത സംശയാസ്പദമായ രാഷ്ട്രീയ പ്രചരണങ്ങൾക്ക് നിയമ നടപടികൾ നേരിടേണ്ടതായി വരും. ജാതി, മതം, വർഗം, കമ്മ്യൂണിറ്റി എന്നിവയുടെ പേരിൽ വിഭാഗീയതയോ ശത്രുതയോ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ നിർമ്മിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുത്. ഭാരതീയ ന്യായ സംഹിത BNS 196 പ്രകാരം ഇത് കുറ്റകരമാണ്. വോട്ടെടുപ്പ് തീയതി, സ്ഥാനാർത്ഥികൾ, വർഗീയ സംഭവങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സ്ഥിരീകരിക്കാത്ത വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുത്. വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പ് തുടങ്ങുന്ന സൈലൻസ് പീരീഡിൽ യാതൊരു വിധത്തിലുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും സോഷ്യൽ മീഡിയ വഴി നടത്തരുത്. സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലെ ഓരോ അംഗത്തിൻ്റെയും പോസ്റ്റുകൾക്ക് അഡ്മിന്മാർ നേരിട്ട് ഉത്തരവാദികളായിരിക്കില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ ക്രിമിനൽ നടപടികൾ നേരിടേണ്ടതായി വരും. നിയമവിരുദ്ധമായ സന്ദേശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അവ നീക്കം ചെയ്യാതെ കുറ്റകൃത്യത്തിന് പ്രേരണ, അബറ്റ്മെന്റ് നൽകുക, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാൻ അഡ്മിൻ കൂട്ടുനിൽക്കുകയോ ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുകയോ ചെയ്യുക, IT ആക്ട് അല്ലെങ്കിൽ BNS പ്രകാരം പോലീസ് നൽകുന്ന നോട്ടീസുകളോട് സഹകരിക്കാതിരിക്കുക എന്നിവയ്ക്ക് നിയമ നടപടി ഉണ്ടാകും. അപ്പോൾ എന്തെങ്കിലും വായി തോന്നുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒളി സങ്കേതത്തിലിരുന്ന് നേതാക്കന്മാർക്ക് വേണ്ടി പടച്ചു വിടുകയാണെങ്കിൽ 8ന്റെ പണി പിന്നാലെ വരുമെന്നുള്ളതാണ് ആ സോഷ്യൽ മീഡിയ കുറിപ്പ് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നമ്മുടെ നാട്ടിലെ ഈ പല സൈബർ പോരാളികൾക്കും മുഖമില്ലല്ലോ, അല്ലെങ്കിൽ ആ ID എന്ന് പറഞ്ഞാൽ എല്ലാം വ്യാജമാണല്ലോ. അപ്പോൾ അങ്ങനെ വ്യാജത്തിന്റെ മറവിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ സുരക്ഷിതരാണെന്ന് വിചാരിക്കുന്നിടത്ത് സംവിധാനങ്ങൾ നിങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന സന്ദർഭത്തിൽ മാത്രമാണ് നിങ്ങൾ സേഫ് ആകുന്നത്. അല്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം മുൻകൂട്ടി തന്നെ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയതിനു ശേഷം ഇത് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ ഒരു പരാതി കൊടുത്താൽ മതി. ആ ഫേക്ക് IDയുടെ പുറകിൽ ഇരിക്കുന്നവനെ തൂക്കിയെടുത്ത് നേരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നുള്ള കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വ്യാജത്തരങ്ങൾ ഉണ്ടാക്കാതെ, മതം പറയാതെ ജനങ്ങളോട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ്, നിങ്ങളെ വിഷൻ എന്താണ്, ഇതിനെക്കുറിച്ച് പറയും. അല്ലാതെ കൃത്രിമ വേലകളിലൂടെ തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാൽ അതിന് നൈസ് പണി പിന്നാലെ വരുന്നുണ്ട് എന്ന് കേരള പോലീസ് ശക്തമായി അറിയിച്ചിരിക്കുകയാണ്.